ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പാൻ കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നതിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ടയൊന്നുമില്ലാതെ ഒന്ന് പതിയെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ചൂടായ ഒരു പാനിലോട്ട് 1 തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും അത് നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് കുക്കായി വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് നമുക്ക് തിരിച്ചിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പാൻ കേക്കിൻ്റെ നല്ല രസമുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻ കേക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പാൻ കേക്കും റെഡിയാക്കി എടുക്കാം. ഇനി ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ജാം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇപ്പോൾ ജാം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മറ്റൊരു പാൻ കേക്ക് ഇതിന് മീതെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. ഇപ്പോൾ ജാമിന് പകരം ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൻ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.